ബിഹാർ ബിഗ് ബാറ്റിലിൽ ആരാണ് വിജയിയായി എത്തുക? ജനവിധി അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ചങ്കിടിപ്പാണ്. മുന്നണികൾക്കെല്ലാം നാളെ രാവിലെ 8 മണിയോടെ വോട്ടെണ്ണൽ ആരംഭിക്കും. സർവേ ഫലങ്ങളിൽ ഭൂരിപക്ഷവും മുൻതൂക്കം പ്രവചിക്കുന്നതിന്റെ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യയെ. അതിനിടെ ക്രമക്കേട് ആരോപണവുമായി RJD രംഗത്തെത്തിയിട്ടുണ്ട്. വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ച സ്ട്രോങ് റൂമുകളിലെ CCTV ക്യാമറകൾ ഓഫാക്കി എന്നതാണ് ആരോപണമായി RJD ഉന്നയിക്കുന്നത്. എന്നാൽ ചില സർവേകൾ അനുകൂലമായതിന്റെ പ്രതീക്ഷ ഇന്ത്യ മുന്നണിക്കുമുണ്ട്. തേജസ്വി യാദവിന്റെ രാഹുൽ ഗാന്ധിയുടെ പോരാട്ടങ്ങൾ ഫലം കാണുമോ, അതോ നിതീഷ് കുമാർ തന്നെയാകുമോ വിജയ കിരീടത്തിലെത്തുക? അമിത്ഷാ ഉൾപ്പെടെ നേരിട്ടിറങ്ങി നടത്തിയ പ്രചാരണമാണ്. അതിൽ ആരാകും ബിഗ് ബാറ്റിലിൽ വിജയിക്കുക എന്നാണ് അറിയേണ്ടത്. PR സുനിലാണ് ചേരുന്നത്. സുനിൽ, എന്താണ് മുന്നണികളുടെ പ്രതീക്ഷകൾ? എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ മഹാസഖ്യം ആദ്യഘട്ടത്തിൽ തന്നെ തള്ളിക്കളഞ്ഞിരുന്നു. പക്ഷേ ഇന്നലെ വന്ന ചില ഫലങ്ങൾ പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. തേജസ്വിക്ക് എക്സിറ്റ് പോൾ ഫലങ്ങളെക്കാൾ കൂടുതൽ സീറ്റുകൾ ലഭിക്കുമെന്നാണ് NDAയുടെ അവകാശവാദം. വിനീത, തീർച്ചയായും എക്സിറ്റ് പോൾ ഫലസൂചനകളുടെ ആത്മവിശ്വാസത്തിലാണ് NDA സഖ്യം മുന്നോട്ട് പോകുന്നത്. വിനീത ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇതുവരെ പുറത്തുവന്ന ഏതാണ്ട് ഭൂരിഭാഗം സർവേകളും BJP സഖ്യം ബീഹാറിൽ അധികാര തുടർച്ച നേടും എന്ന് തന്നെയാണ്. നിതീഷ് കുമാർ തന്നെയാണ് ഹീറോ എന്ന് എല്ലാ എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നു. അതേസമയം 1-2 എക്സിറ്റ് പോളുകൾ ഒരുപക്ഷെ മഹാസഖ്യത്തിന് വിജയം ലഭിക്കാനുള്ള സാധ്യതയും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. ആ ആത്മവിശ്വാസം മഹാസഖ്യത്തിനുണ്ട്. 2 സാധ്യതകൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാനാവും. പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പിൽ, ബീഹാറിലെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നത് വോട്ടിംഗ് ശതമാനത്തിലെ വർധനവ് എന്നാണ്. നമുക്കറിയാം, നമ്മൾ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിക്കുമ്പോൾ ബീഹാറിൽ എന്നൊക്കെ വോട്ടിംഗ് ശതമാനത്തിൽ വലിയ വർധനവുണ്ടായിട്ടുണ്ട്. ആ കാലത്തൊക്കെ തന്നെ ബീഹാറിൽ സർക്കാരിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അത് 90കളിൽ അതുപോലെ തന്നെ 80കളിൽ ഒക്കെ തന്നെ ബീഹാറിൽ എന്നൊക്കെ വോട്ടിംഗ് ശതമാനത്തിൽ ഒരു 5% മുതൽ ഒരു 8% വരെയോ അല്ലെങ്കിൽ ഒരു 4% മുതൽ 8% വരെയൊക്കെ മാറ്റമുണ്ടായ കാലത്തൊക്കെ തന്നെ ബീഹാറിൽ സർക്കാർ മാറിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇത്തവണ വോട്ടിംഗ് ശതമാനത്തിൽ അതിന് സമാനമായ രീതിയിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. വലിയ തോതിലുള്ള വോട്ടിംഗ് ശതമാനമാണ് ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 66.71% ഇത്തവണ ബീഹാറിൽ വോട്ടിംഗ് ശതമാനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല, 2 ഘട്ടങ്ങളിൽ നോക്കിയാൽ രണ്ടാം ഘട്ടത്തിൽ 68%-ലധികം വോട്ട് പോൾ ചെയ്തിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ 65%-ലധികം വോട്ട് പോൾ ചെയ്തിരിക്കുന്നു. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട മേഖലകളിലൊക്കെ തന്നെ വലിയ പോളിംഗ് ശതമാനം വന്നതുണ്ട്. അത് ഒന്നാമത്തെ ഘടകം. അതാണ് മഹാസഖ്യത്തിന് ആത്മവിശ്വാസം നൽകുന്നത്. രണ്ടാമത്തെ NDA സഖ്യത്തിന് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഘടകം എന്നത് സ്ത്രീ വോട്ടർമാരുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായി എന്നതാണ്. ഏതാണ്ട് 2,91,00,000 സ്ത്രീ വോട്ടർമാർ ഇത്തവണ ബീഹാറിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആകെയുള്ള സ്ത്രീ വോട്ടർമാരിൽ 71% വോട്ട് ഇത്തവണ ബീഹാറിൽ പോൾ ചെയ്തു എന്നതും ചരിത്രമാണ്. അങ്ങനെ സ്ത്രീ വോട്ടർമാരുടെ എണ്ണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 8% ഇത്തവണ വോട്ട് ചെയ്തവർ സ്ത്രീ വോട്ടർമാരുടെ എണ്ണത്തിൽ വർധന വന്നിട്ടുണ്ട്. അപ്പോൾ സ്ത്രീ വോട്ടർമാർ ഇത്തരത്തിൽ കൂട്ടമായി വന്ന് വോട്ട് ചെയ്യണമെങ്കിൽ അത് നിതീഷ് കുമാർ നൽകിയ 10,000 രൂപ സ്ത്രീകളുടെ അക്കൗണ്ട് വഴി നൽകിയ ആ ഒരു തീരുമാനമാണ് എന്നൊക്കെയുള്ള വിലയിരുത്തൽ BJPക്കകത്തും NDAക്കകത്തും ഒക്കെ തന്നെയുണ്ട്. അതുകൊണ്ട് 2 സഖ്യവും വലിയ ആത്മവിശ്വാസത്തിലാണ്. മണിക്കൂറുകൾക്കകം ബീഹാറിന്റെ ജനവിധി അറിയാം. ഏതായാലും ബീഹാറിന്റെ ജനവിധി എന്തായാലും അത് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ബീഹാറിൽ ഒരുപക്ഷെ മഹാസഖ്യം പരാജയപ്പെടുകയാണെങ്കിൽ SIR ഉയർത്തിയുള്ള അല്ലെങ്കിൽ വോട്ട് ചോരി ഉയർത്തിയുള്ള വലിയ പ്രചരണത്തിലേക്ക് പ്രതിപക്ഷം ഇനി കടക്കും. അതിനുള്ള സാധ്യതകൾ മുന്നിലുണ്ട്. ഒരുപക്ഷെ സുനിൽ, ഈ വോട്ട് ചോരി ആരോപണങ്ങൾക്കൊക്കെ പിന്നാലെ വന്ന ഇലക്ഷൻ എന്ന നിലയ്ക്ക് അതിന്റെ കൂടി ഒരു പ്രതിഫലനം ഉണ്ടാകുമോ? ആ ഒരു ലിറ്റ്മസ് കൂടി ആവുകയാണല്ലേ ബീഹാർ? തീർച്ചയായും വോട്ട് ചോരി വിഷയം ഏതായാലും ബീഹാറിൽ വലിയ ചർച്ചയൊന്നുമായിട്ടില്ല. കാരണം ബീഹാറിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് അവിടുത്തെ പ്രാദേശിക വിഷയങ്ങൾ തന്നെയായിരുന്നു. തൊഴിലില്ലായ്മ, സ്ത്രീകളുടെ പ്രശ്നങ്ങൾ, ഇതൊക്കെയായിരുന്നു. അതാണ് തേജസ്വി യാദവ് പോലും വലിയ ചർച്ചയാക്കാൻ ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ വോട്ട് ചോരി എന്നതൊരു രാഷ്ട്രീയ വിഷയമായി ബീഹാറിൽ ഉയർന്നു വന്നിട്ടില്ല. അതേസമയം ഈ ഒരു വോട്ട് ചോരി നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ NDA സഖ്യം വിജയിക്കുന്നത് തീർച്ചയായും കൂടുതൽ രാഷ്ട്രീയ പ്രചരണത്തിലേക്ക് നീങ്ങാൻ മഹാസഖ്യത്തിന് സഹായിക്കും. തിരിച്ച് മഹാസഖ്യം വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ദേശീയ തലത്തിൽ അത് വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് വഴിവെക്കും. കാരണം നിതീഷ് കുമാറിന്റെ ഇനിയുള്ള തീരുമാനങ്ങൾ വളരെ നിർണായകമാകും. മാത്രമല്ല, ദേശീയ തലത്തിൽ പ്രതിപക്ഷം കൂടുതൽ ശക്തിപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകും. അപ്പോൾ വളരെ രാഷ്ട്രീയമായി ഇൻട്രസ്റ്റിംഗ് ആയ ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ബീഹാറിൽ നിന്ന് വരാൻ പോകുന്നത്. ബീഹാറിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ബീഹാറിൽ ഏറ്റവും റിച്ച് ആയിട്ടുള്ള പൊളിറ്റീഷ്യന്മാരുണ്ട്, പക്ഷേ ബീഹാർ ഏറ്റവും ദരിദ്രമായ ഒരു സംസ്ഥാനം കൂടിയാണ്. അപ്പോൾ അങ്ങനെയാണ് ആ സംസ്ഥാനം നിലനിന്ന് പോകുന്നത്. പക്ഷേ എങ്കിൽ പോലും ബീഹാറിൽ ഒരു
അധികാരമാറ്റം എത്ര കാലം കഴിഞ്ഞാലും അതുണ്ടാകുന്നില്ല എന്നുള്ള വിലയിരുത്തൽ കൂടിയുണ്ട്. ഏതായാലും ബീഹാറിൽ എന്ത് സംഭവിക്കും എന്നൊക്കെ അറിയാൻ നമുക്ക് കാത്തിരിക്കാം. ശരി, താങ്ക് യു പി ആർ സുനിൽ. ഏതായാലും നാളെ രാവിലെ 6 മണി മുതൽ തന്നെ പുതിയ അപ്ഡേറ്റുകളുമായി, റിസൾട്ടിന്റെ അപ്ഡേറ്റുകളുമായി നമുക്ക് ചേരും. സുനിൽ പറഞ്ഞതുപോലെ ആദിൽ അവിടെ എത്തിയപ്പോൾ നമുക്ക് കാണിച്ചു തന്നൊരു കാഴ്ചയുണ്ട്. നഗരപ്രദേശങ്ങളൊക്കെ വളരെ റിച്ചാണ്, വലിയ വികസനമുണ്ട്. പക്ഷേ ഗ്രാമപ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ തീർത്തും ദരിദ്രാവസ്ഥയാണ്. അതിന്റെ റിപ്പോർട്ടുകളൊക്കെ ആദിലും കണ്ണൻ പ്രസിഡന്റും നമ്മളോട് പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ബീഹാർ ബിഗ് ബാറ്റിൽ ആരാകും? സമഗ്ര കവറേജാണ് റിപ്പോർട്ടറിൽ ഒരുക്കുന്നത്.